Cloning vectors is another tool that is required for recombinant DNA technology. Recombinant DNA technology requires many tools. The earlier slides we had explained about the enzymes that are required. Now in the present slide we are describing about what are cloning vectors. Cloning vectors are agents which carry our foreign DNA, which is also known as insert DNA, to the target site. Target site means to the host cell where the replication need to be done. So they are also called as cloning vehicles. Cloning vectors are also known as cloning vehicles. Vector is a DNA molecule. Vector എന്ന് പറയുന്നത് ഒരു DNA മോളിക്യൂളാണ്, സർക്കുലർ ആയിട്ടുള്ളത്. അതിലേക്ക് നമ്മളുടെ ടാർജറ്റ് DNA അല്ലെങ്കിൽ ഇൻസേർട്ട് DNA അത് ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നെ ഈ വെക്ടറാണ് ഹോസ്റ്റിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതും അവിടെ റെപ്ലിക്കേഷന് സഹായിക്കുന്നതും. Therefore, vector must have many characteristic or properties which will be explained in the next the coming points. So vector should have an origin of replication that functions in the host cell. It can be any extra chromosomal genome, that is vectors can be any extra chromosomal small genomes like plasmids, phages, virus. All these can be used as vectors. They are also called as cloning vehicles. They are used for the transport of foreign DNA to the host cell. ഈ foreign DNA നെ host cell will not uptake it. So host cell accept ചെയ്യുന്ന type of genetic materialലേക്ക് അത് insert ചെയ്യണം. അപ്പോൾ vectors are very suitable because bacterial already plasmids ഉള്ളതാണ്. അപ്പോൾ ആ പ്ലാസ്മിഡിനെ അത് അപ്ടേക്ക് ചെയ്യാൻ അതിന് അത്ര ബുദ്ധിമുട്ട് കാണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെക്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്ടീരിയത്തിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളുണ്ട്, അതും പെട്ടെന്ന് അതിന് ബാക്ടീരിയയിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് എക്സ്ട്രാ ക്രോമോസോമൽ മെറ്റീരിയൽ ആണ് നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് വേണം. ഈ വെക്ടേഴ്സിന് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. ഹോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. അതിന് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് അതിൽ കാണേണ്ടതാണ്. സോ ഇറ്റ് ഷുഡ് റെപ്ലിക്കേറ്റ് ഓട്ടോണോമസ്ലി. ഓട്ടോണോമസ്ലി എന്ന് വെച്ചാൽ അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്ലാസ്മിഡിനെയോ ഫേജസിനെയോ പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. പിന്നെ നമ്മൾക്ക് അതിനെ ഈ ഹോസ്റ്റ് സെല്ലിലേക്ക് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. അതിനെ സെലക്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിഫറെൻറ്റ് സ്റ്റെപ്സിൽ കണ്ടു, ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെലക്റ്റബിൾ മാർക്കേഴ്സ്, സെലക്റ്റീവ് മാർക്കേഴ്സ്, സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉള്ള ജീനുകളുടെ സീക്വൻസസ് അവിടെ വേണം. ലൈക്ക് ഇറ്റ് ക്യാൻ ബി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾക്ക് ആ ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്കിൽ ഗ്രോ ചെയ്യുമ്പോൾ ഈ റെസിസ്റ്റൻസ് ഉള്ള ജീനുകളുള്ള ബാക്ടീരിയനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ബാക്കിയുള്ളതൊക്കെ ആ ആൻറ്റിബയോട്ടിക്കിൽ നശിച്ചു പോകും ബാക്ടീരിയാസ്. അതിൽ റെസിസ്റ്റൻറ്റ് ജീനുള്ള ബാക്ടീരിയ മാത്രം സർവൈവ് ചെയ്യും. അപ്പോൾ അതൊരു ആൻറ്റിബയോട്ടിക് സെലക്ഷൻ ജീനാണ്. അതല്ലാതെ ലാക്സെറ്റ് ജീനുള്ള ബാക്ടീരിയകൾ ഉള്ളത് നമുക്കറിയാം. വെക്ടേഴ്സിൽ ലാക്സെറ്റ് പോസിറ്റീവും ഹോസ്റ്റ് സെൽ ലാക്സെറ്റ് നെഗറ്റീവും ആയ കേസുകൾ. അപ്പോൾ അവിടെ എന്താണ്, ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡക്ഷനാണ് പോസിറ്റീവിൽ നടക്കുന്നത് വെൻ ദേ ആർ ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എ ലാക്ടോസ് സബ്സ്ട്രേറ്റ്. അപ്പോൾ എക്സ്ഗാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർലെസ് സബ്സ്റ്റൻസ് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബീറ്റ ഗാലക്ടോസിഡേസ് അതിനെ ബ്ലൂ കളറാക്കും, എക്സ്ഗാലിനെ ബ്ലൂ കളറാക്കും. നോർമലി എക്സ്ഗാൽ കളർലെസ് ആണ്. അപ്പം അങ്ങനെയൊക്കെ സെലക്റ്റബിൾ മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഹോസ്റ്റ് സെല്ല് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ഹോസ്റ്റാണോ ഈ ഫോറിൻ DNA അപ്ടേക്ക് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വെക്ടറിനെ അപ്ടേക്ക് ചെയ്തിട്ടുള്ളത് അതിനെയാണ് ട്രാൻസ്ഫോംഡ് ഹോസ്റ്റ് സെൽ എന്ന് പറയും. ദോസ് കമ്പീറ്റന്റ് ബാക്ടീരിയൽ സെൽ വിച്ച് ഹാസ് അപ്ടേക്കൻ ദ ഫോറിൻ DNA വിത്ത് ദ വെക്ടർ is a host transformed host cell എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ടോ എന്ന് ഈ സെലക്റ്റബിൾ മാർക്കേഴ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ദേ ഷുഡ് ഹാവ് യുണീക്ക് റെസ്ട്രിക്ഷൻ സൈറ്റ്സ്. അപ്പം മുമ്പ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈമിനെ കുറിച്ച് പറഞ്ഞു. that is
So they must solve vectors must replicate autonomously. It should be easy to isolate, easy to be introduced into host cell, should have selectable markers, should have unique restriction sites for restriction enzyme to cut them, should control elements for expression of DNA inserts. അപ്പോൾ ക്ലോണിംഗ് വെക്ടേഴ്സ് രണ്ട് വിധത്തിൽ നമുക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻസേർഷണൽ വെക്ടേഴ്സും എക്സ്പ്രസീവ് വെക്ടേഴ്സും ഉണ്ട്. സം ജസ്റ്റ് നീഡ് ടു ബി റെപ്ലിക്കേറ്റഡ് ഓൺലി. ഡി എൻ എയുടെ സെഗ്മെൻറ്റ് ജസ്റ്റ് റെപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ചില ഇതിന് നമ്മൾക്ക് ഡി എൻ എ പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യേണ്ടതായിരിക്കണം. അപ്പോൾ അങ്ങനെ എക്സ്പ്രഷൻ വെക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള എക്സ്പ്രഷൻ ഓഫ് ഡി എൻ എ ഇൻസേർട്സ് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാൻ, ഇപ്പോൾ നിങ്ങൾ ഓപ്രോൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുകയാണെങ്കിൽ അതിലറിയാം ദിൽ ബി എ പ്രൊമോട്ടർ ജീൻസ് ഉണ്ടാവും, പിന്നെ അതിനെ സപ്രസ് ചെയ്യുന്ന ജീൻസ് ഉണ്ടാവും. ഓവറായിട്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ റിപ്രസർ ജീൻസ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പ്രൊമോട്ടേഴ്സ് ആകുമ്പോൾ അത് എൻഹാൻസ് ചെയ്യും അതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനത്തെ കൺട്രോൾ എലമെൻറ്റ്സ് ഉള്ളതായിരിക്കും നമ്മളുടെ വെക്ടറിൽ ആവശ്യമായിട്ട് വരുന്നത് ഇൻ കേസ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് ഡി എൻ എ ഇൻസേർട്ട് ആവശ്യമെങ്കിൽ. ഓക്കെ, പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഇറ്റ് ഷുഡ് നോട്ട് കോസ് എനി ഡിസീസ് ടു ദ ഹോസ്റ്റ് സെൽ. സോ ഇറ്റ് ഷുഡ് ബി നോൺ പാത്തോജനിക്. ഇതൊക്കെയാണ് ക്ലോണിംഗ് വെക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. In a DNA molecule used as vectors have co-evolved with their specific natural host species, and they are adapted to function well with them, and they are closely related species. So mostly naturally occurring vectors do not have all the required functions. Therefore, useful vectors have been created by joining together segments performing specific functions from two or more natural entity. അപ്പോൾ സാധാരണ നമ്മൾ നാച്ചുറൽ വെക്ടേഴ്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ വെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ നാച്ചുറൽ വെക്ടേഴ്സിന് നമ്മൾക്ക് ഈ കാണുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്യുന്ന വെക്ടേഴ്സിലായിരിക്കും നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ ക്വാളിറ്റീസും കൂടിയിട്ടുള്ള വെക്ടേഴ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വെക്ടേഴ്സിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെക്ടർ എന്ന് പറയുന്നത് റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജിയിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെക്ടറാണ് പ്ലാസ്മിഡ്സ്. പ്ലാസ്മിഡ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ദേ ആർ എക്സ്ട്രാ ക്രോമോസോമൽ ഡബിൾ സ്ട്രാൻഡഡ് സർക്കുലർ ആയിട്ടുള്ള ഡി എൻ എ ആണ്. ബാക്ടീരിയത്തിലും പ്രോകാരിയോട്ടിലൊക്കെ കാണുന്നതാണ് ഈ എക്സ്ട്രാ ക്രോമോസോമൽ ഡബിൾ സ്ട്രാൻഡഡ് സർക്കുലർ ഡി എൻ എ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഹോസ്റ്റ് സെല്ലിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷന് അതിന് സാധിക്കും. സോ ദേ ആർ ഇൻഡിപെൻഡൻറ്റ് എക്സ്ട്രാ ക്രോമോസോമൽ എൻറ്റിറ്റീസ്. Then this carry information for their own transfer from one cell to another. They are capable of conjugation. കോൺജുഗേഷന് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാസ്മിഡിനെ പ്ലാസ്മിഡ് എന്ന് പറയും. സം ഹാവ് റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്സ്. ദേ കോൾ ആർ പ്ലാസ്മിഡ്സ്. Some plasmids carry a specific set of genes for the utilization of unusual metabolites like salicylic acid, toluene, that they are called as degradative plasmids. Some have no apparent functioning coding genes. They are cryptic plasmids. അങ്ങനെ പല വിധത്തിലുള്ള പ്ലാസ്മിഡ്സ് നാച്ചുറലി ഒക്കറിംഗ് ആയിട്ട് കാണാം. Naturally occurring plasmids range in size from less than 1 that is kb to more than 500 kb. So they can be introduced into bacterial cells by a process of transformation in presence of calcium chloride solution. അപ്പോൾ നാച്ചുറലി ഒക്കറിങ് പ്ലാസ്മിഡ് വളരെ ചെറിയ സൈസിലാണ് കാണുക. അവർക്ക് നമ്മൾ ഒരു ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കാൽഷ്യം ക്ലോറൈഡ് സൊല്യൂഷനിൽ ഇട്ടിട്ടാണ് അതിനെ ട്രാൻസ്ഫോർമേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ it is subjected to a rapid shock by shifting it from very low temperature like 0 degrees Celsius to 37 to 43 degrees Celsius. Another method of transformation is through electroporation. That is, we inject the vector with the help of a needle into the cell. So in the method of electroporation, the cells will be incubated with the plasmid DNA. They will be subjected to high voltage pulse.
and this will make the bacterial membrane more permeable to the large molecules. So that is how it can be done, either by dipping it in or placing it in calcium chloride and having a temperature variation, or you can induce voltage induced electroporation. These all steps will be again explained in the next slide, in the coming slides or coming videos. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ സഹായിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഈച്ച് പ്ലാസ്മിഡ് ഹാസ് എ സീക്വൻസ് that functions as an origin of DNA replication. ഈച്ച് പ്ലാസ്മിഡിന് ഒരു ഒറിജിൻ ഓഫ് DNA replication ഉണ്ടാവും. അതില്ലാതെ അതിന് ഹോസ്റ്റ് സെല്ലിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ചില പ്ലാസ്മിഡ് എന്ന് പറയുന്നത് മൾട്ടി കോപ്പി പ്ലാസ്മിഡ്സ് ആണ്. ചിലത് സിംഗിൾ കോപ്പി ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു സെല്ലിൽ ഒരു നമ്പർ ആണെങ്കിൽ അത് സിംഗിൾ കോപ്പി പ്ലാസ്മിഡ് ആയിരിക്കും. ചിലപ്പോൾ ഒരു സെല്ലിൽ തന്നെ കുറേ കോപ്പീസ് ഓഫ് പ്ലാസ്മിഡ് തന്നെ മൾട്ടിപ്പിൾ കോപ്പി plasmids ആണ് പറയാം. There are also plasmids which are under relaxed replication control, thus permitting their accumulation in very large numbers, up to 1000 copies per cell. These are the plasmids that are used as cloning vectors due to their increased yield potential. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് PBr 322 എന്ന് പറയുന്ന ഒരു പ്ലാസ്മിഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ദാറ്റ് ഈസ് PBr 322 ഈസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ വെക്റ്റർ, cloning vector that was developed in 1977. They carry resistance to ampicillin and tetracycline. They contain this is general character of plasmid, that they contain unique sites for restriction enzyme to act. അപ്പോൾ PBr 322 എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ക്ലോണിങ് വെക്ടറായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത്. ദിസ് വാസ് ഡെവലപ്പ് ഫ്രം ഈക്വലൈ പ്ലാസ്മിഡ് കോൾ E1 എന്ന് പറയുന്ന പ്ലാസ്മിഡ് നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 1977 ഇത് ഡെവലപ്പ് ചെയ്തത്. ഈ പേരുകൾ, ഈ PBr എന്ന് പറയുന്നത് P is for plasmid, B is for Bolivar, R is for Rodrix, and that is these Bolivar and Rodrix എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ആൻഡ് 322 is a strain that they had developed it from, and the order of it has all included in the number. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നെയിം വരുന്നത്. Plasmid indicates P and B for Bolivar, R for Rodrix. ഇതിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ it contains origin of replication, ORI എന്ന് പറയും, derived from the plasmid related to a naturally occurring plasmid called E1. The plasmid contains 4,361 base pairs and carries 2 antibiotic resistant genes. This will that is, it has resistance for ampicillin as well as tetracycline resistance. It has unique recognition sites for 20 restriction endonucleases. അതിൽ 6 എണ്ണം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. BAMH1, ECO RV, that is R റോമൻ ലെറ്റർ 5 എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ SPH1, SAL1, XMA3, NRU1, സോ ഓൺ. അത്രയും എൻസൈംസിനുള്ള റെസ്ട്രിക്ഷൻ സൈറ്റ്സ് അതിൽ കാണാം. പിന്നെ there are in the coding sequence, that is tetracycline resistant ഭാഗത്ത് there are sites for HIN3 and CLA1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസിന് അവിടെ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഉണ്ട്. and 3 sites for PST1, SCA1, PVU1 are located in the beta lactamase gene that provides resistance to ampicillin. അങ്ങനെ കുറേ ഭാഗങ്ങൾ ഇതിലുണ്ട്. ദാറ്റ് ഇസ് ആംപിസിലിൻ റെസിസ്റ്റൻസ്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്. ഇപ്പോൾ ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗത്തുള്ള റെസ്ട്രിക്ഷൻസ് എൻസൈംസിൻ്റെ കാര്യങ്ങളും ആംപിസിലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗത്തുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ആക്ട് ചെയ്യുന്നതൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Purified closed
circular